നമുക്കെങ്ങനെ നമ്മുടെ ഫോട്ടോ ഇതുപോലെ ബ്ലർ ചെയ്യാം, അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ബ്ലർ ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ ആപ്പിൻ്റെ പേരാണ് സ്നാപ്സീഡ്. ഇതിനു വേണ്ടി ആദ്യം ഞാൻ എൻ്റെ ഒരു ഫോട്ടോ സ്നാപ്സീഡിലോട്ട് മാറ്റുകയാണ്. ഈ ഒരു ഫോട്ടോയിൽ ഞാനും ആ ഇരിക്കുന്നതും ഒഴികെ ബാക്കിയെല്ലാം ബ്ലർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഹീലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഞാൻ എന്നെ അവിടുന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിപ്പോൾ ആദ്യം ആവശ്യമുള്ളത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ഫോട്ടോ അവിടുന്ന് റിമൂവ് ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും ടൂൾസിൽ കയറിയിട്ട് ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ബ്ലർ സ്ട്രെങ്ത് മുഴുവനായിട്ട് കൂട്ടി കൊടുക്കുക. ശേഷം രണ്ടാമതായിട്ട് ട്രാൻസിഷൻ ഇതേപോലെ മുഴുവനായിട്ട് കുറച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയതാക്കിയിട്ട് നമുക്കൊരു മൂലയിൽ കൊണ്ടുവെക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ ഏകദേശം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ലെൻസ് ബ്ലർ എടുത്തിട്ട് ഒന്നും കൂടി ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ബ്ലറായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതേപോലെ അതിലെ മൂന്നാമത്തെ വിഗ്നെറ്റ് സ്ട്രെങ്ത് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് കളറിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കുറച്ച് ഡാർക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരികയാണ്. അടുത്തതായിട്ട് ടൂൾസിൽ കയറിയിട്ട് ഡബിൾ എക്സ്പ്ലോഷർ സെലക്ട് ചെയ്യുക. അതിലുണ്ടാവും നമുക്ക് ഫോട്ടോയുടെ ഐക്കൺ ഉണ്ടാവും. അതിൽ ഫോട്ടോ നമുക്ക് ഗാലറിയിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഈ സെയിം ഫോട്ടോ ഗാലറിയിൽ നിന്ന് നേരെ ഇതിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇതുപോലെ മങ്ങിയ രീതിയിലായിരിക്കും കാണിക്കുക. ഇതിന് ക്ലിയർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് മുഴുവനായിട്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി മുകളിലുള്ള ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വ്യൂ എഡിറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ ഡബിൾ എക്സ്പ്ലോഷൻ ഏറ്റവും മുകളിലുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കും. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തുള്ള ഈ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനിയാണ് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ബ്ലറായി പോകും. ഓക്കെ, പിന്നെ ബ്ലറിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഭാഗത്തുമ്പോൾ ഇതുപോലെ സൂം ചെയ്തിട്ട് കൃത്യമായിട്ട് ബ്ലറിങ് ചെയ്യുക. എന്നാലേ നമുക്ക് ആ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടുള്ളൂ. ഇതിൽ ഇനി മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആ ഫോക്കസ് ചെയ്ത ഭാഗത്തിന് പുറത്തേക്ക് ബ്ലറിങ് കയറിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ 2 ആരോ മാർക്ക് ഉണ്ടല്ലേ, ആ 2 ആരോ മാർക്ക് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് 100 ആക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ നമുക്ക് ബ്ലറിങ് മായ്ച്ചെടുക്കാനും സാധിക്കും. അങ്ങനെ മായ്ച്ചു കഴിഞ്ഞാൽ താഴോട്ടുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, 0 ആക്കിയിട്ടാണ് വീണ്ടും ബ്ലറിങ് തുടങ്ങേണ്ടത്. അപ്പം 0-നും 100-നും ഇടയിലുള്ള സംഖ്യ, അതായത് 25, 50 അതിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡാർക്ക്നെസ്, അതായത് ഈ ബ്ലറിങ്ങിലുള്ള ഡാർക്ക്നെസ്സിൽ വ്യത്യാസം വരുന്നതാണ്. അങ്ങനെ ഞാൻ ഈ ഫോട്ടോ അടിപൊളിയായിട്ട് ബ്ലറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി സേവ് ചെയ്യണ മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബ്ലറി നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ചെയ്തതല്ലേ, അപ്പോൾ ആ ബ്ലറിങ്ങിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതേപോലെ ഒന്നും കൂടി എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. എത്ര വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യണ മുമ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, ഇതുപോലെ നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നോക്കിയപ്പോൾ ചിലയിടത്തായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ തലയുടെ ആ ഭാഗത്തൊക്കെ കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗം ഒന്നും കൂടി ക്ലിയർ ആക്കുക. അപ്പോൾ ഒന്നും കൂടി അവിടെ എന്ത് ചെയ്യുക, ബ്ലറിങ് കൊടുത്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം. ഇങ്ങനെ വരാനുള്ള കാരണം 2 ആരോ മാർക്കിൽ നമ്മൾ കൂട്ടി കൊടുക്കുമല്ലോ, ഈ ബ്ലറിങ്ങിൻ്റെ കപ്പാസിറ്റി കൂട്ടാനുണ്ടല്ലോ. അപ്പോൾ അതിൽ കറക്റ്റ് 100 കൊടുത്താലാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ 100-ൽ താഴെ കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ അല്ലെങ്കിൽ അവസാനം ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എന്നാലേ നമുക്ക് ആ പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ ബ്ലർ ആയിട്ടുണ്ട്. ഇനി സേവ് ചെയ്യണ മുമ്പായിട്ട് ഞാൻ ഇതിൽ ചെറിയതായിട്ടൊരു കളർ ഗ്രേഡിങ് കൂടി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ
ഇമേജ് ഒന്നും കൂടി സെറ്റാക്കാൻ പോവാണ്. അപ്പം അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ട് ഡണ്ണ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലോട്ട് സേവ് ആവും. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഇതിനുപയോഗിക്കുന്ന ആപ്പിൻ്റെ പേരാണ് സ്നാപ്സീഡ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റഗ്രാം പേജ് എനിക്കുണ്ട്. cvsa ഫോട്ടോഗ്രാഫി എന്നാണ് പേര്. അപ്പോൾ ആ ഒരു പേജ് സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.